132 സങ്കീർത്തനം 8-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളി വരണമേ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പെട്ടകം എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ പ്രധാനമായും 3 പെട്ടകങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പെട്ടകം നോഹയുടെ പെട്ടകമാണ്. ജലപ്രളയം ഭൂമി മുഴുവൻ ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയണം. അത് ഗോഫർ മരം കൊണ്ടായിരിക്കണം, അത് 3 നിലകളായിട്ടായിരിക്കണം, അതിന് ഒറ്റ വാതിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്ക് കേട്ട് നോഹ ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കുകയാണ്. നീതി പ്രസംഗിയായ നോഹ ഏകദേശം 120 വർഷത്തോളം പ്രസംഗിച്ചു. പക്ഷെ നോഹയുടെ പ്രസംഗം കേട്ട ഒരാൾ പോലും മാനസാന്തരപ്പെട്ട് പെട്ടകത്തിൽ കയറുവാൻ തയ്യാറായില്ല. എങ്കിലും നോഹയും തൻ്റെ കുടുംബവും പെട്ടകത്തിൽ കയറുകയാണ്. ജീവജാലങ്ങളും പെട്ടകത്തിൽ കയറുകയാണ്. വാക്ക് പറഞ്ഞത് ദൈവമായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ സമയമായപ്പോൾ ന്യായവിധിയുടെ ജലപ്രവാഹങ്ങൾ താഴേക്ക് പെയ്തിറങ്ങിയപ്പോൾ കൃപയുടെ പെട്ടകം മുകളിലേക്ക് പൊങ്ങുക തന്നെ ചെയ്തു. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്, ന്യായവിധിയുടെ ഒരു നാൾ വരുന്നുണ്ട്. എന്നാൽ ആ ന്യായവിധിയുടെ അഗ്നിപ്രവാഹങ്ങൾ പെയ്തിറങ്ങും മുമ്പ് ദൈവസഭയാകുന്ന പെട്ടകം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനത്രേ. വാക്ക് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ ദൈവം ശക്തിയുള്ള ദൈവം അത്രേ. രണ്ടാമത്തെ പെട്ടകം ഞാങ്ങണയുടെ പെട്ടകമാണ്. അത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിലേക്ക് മോശ കുഞ്ഞിനെ ഇറക്കി വിടുമ്പോൾ, അഥവാ നൈൽ നദിയിലേക്ക് വെച്ചപ്പോൾ ഈ ലോകത്തിന്റെ വെള്ളം കയറി കുഞ്ഞ് മുങ്ങിച്ചാകാതിരിക്കാൻ വേണ്ടി കീലും പശയും ആ ഞാങ്ങണ പെട്ടകത്തിൽ തേച്ചു പിടിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകമാകുന്ന മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഈ ലോകത്തിന്റെ വെള്ളം അവരുടെ പടകിൽ കയറി, അവരുടെ പെട്ടകത്തിൽ കയറി അവർ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കണ്ണുനീരിന്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ ഒരു പെട്ടകം അവർക്ക് വേണ്ടി നമുക്ക് തീർക്കാം. 3-ാമത്തെ പെട്ടകം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ കാണുന്ന ഹദിരമരം കൊണ്ട് പണിയുന്ന നിയമത്തിന്റെ പെട്ടകമാണ്. നിയമപ്പെട്ടകമാണ്. അതത്രേ ദൈവജനത്തിന് വേണ്ടി ദൈവം അവരുടെ യാത്രയിൽ കൊടുക്കുന്നത്. മോശ മുഖാന്തരം അരുളി ചെയ്ത് ദൈവം കാണിച്ച മാതൃക പ്രകാരം പണിത പെട്ടകത്തിൽ 3 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1, 10 കൽപ്പനകളാണ്. ദൈവമക്കൾ പ്രമാണമുള്ളവരാണ്, ദൈവമക്കൾ വചനമുള്ളവരാണ്, ദൈവമക്കൾ നിയമം കാത്തു സൂക്ഷിപ്പാൻ ബാധ്യസ്ഥരാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അഹരോന്റെ തളിർത്ത വടിയാണ്. ഉലക മഹാന്മാർ അഖിലവും കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ പലസ്തീനിൽ ഒരു കല്ലറയുണ്ട്. അത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മഹാരഥന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുക്രിസ്തു മാത്രം അവരുടെ നടുവിൽ നിന്നും ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതത്രേ അഹരോന്റെ തളിർത്ത വടി നമ്മെ പഠിപ്പിക്കുന്നത്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രമാണ്. മന്ന എന്തിനെ കാണിക്കുകയാണ്? ഓരോ ദിവസവും ദൈവത്തിന്റെ മക്കളെ മരുഭൂമിയിൽ നടത്തേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മഞ്ഞിൻ്റെ അകത്ത് പൊതിഞ്ഞ് രാത്രിയിൽ മന്ന പൊഴിച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ആവശ്യങ്ങൾ നടത്തി നമ്മെ പോഷിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തിയുള്ള ദൈവം അത്രേ. ആരാണ് പെട്ടകം ചുമക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവം ഒരു പ്രമാണം കൊടുക്കുകയാണ്. ലേവ്യർ വേണം അതിനെ ചുമക്കുവാൻ. 2 ലേവ്യർ വേണം പെട്ടകത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ. പെട്ടകത്തിന്റെ മുൻപിൽ നിന്ന് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ലേവ്യരാണ് വരേണ്ടത്. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം നാം പഠിക്കുമ്പോൾ പെട്ടകത്തെ ഫെലിസ്ത്യർ മറ്റുള്ളവർ ദൈവമായി കാണുകയാണ്. എന്നാൽ പെട്ടകം ഒരിക്കലും ദൈവമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് പെട്ടകം വരുമ്പോൾ, പെട്ടകം കൊണ്ടുവരുമ്പോൾ, പെട്ടകം ചുമക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കൃപ തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പെട്ടകത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലായ ദാവീദ് പെട്ടകം കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ പഞ്ഞി നൂലങ്കി ധരിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ദാവീദിന്റെ ഭാര്യയായ മീഖൾ നിന്ദിച്ചു. ദാവീദ് രാജാവിന് നാണമില്ലേ? ഇതിത്ര ഹീനനായി നൃത്തം ചെയ്ത് ആരാധിക്കാൻ? ദാവീദ് പറയുകയാണ്, നിന്റെ അപ്പനെ ഈ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിട്ട് എന്നെ ഇസ്രായേലിന്റെ പ്രഭുവായി തെരഞ്ഞെടുത്ത ദൈവത്തിന് മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യും,
ഞാൻ അവിടുത്തെ ആരാധിക്കുക തന്നെ ചെയ്യും. ശൗലിന് ജീവപര്യന്തം മക്കളില്ലാതെ പോയപ്പോൾ പെട്ടകത്തെ മാനിച്ച ദാവീദിനെ സ്വർഗത്തിലെ ദൈവം മാനിക്കുവാനിടയായി തീർന്നു. ഈ പെട്ടകത്തിന്റെ മുകളിലായി 2 പൊന്നുകൊണ്ടുള്ള കെരൂബുകൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ആ കെരൂബുകളുടെ മധ്യത്തിലേക്ക്, ആ പെട്ടകത്തിലേക്കാണ്, അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ആ കൃപാസനത്തിലേക്കാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുയർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്നു. ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി എന്ന് യെശയ്യാ 6 വായിക്കുന്നു. പുതിയ നിയമത്തിൽ അതുപോലൊരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അവൻ ഫിലിപ്പിന്റെ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ പാതാള ഗോപുരത്തിന്റെ അടിസ്ഥാനങ്ങൾ, ജയിലിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയാണ്. സ്തോത്രം. പെട്ടകമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുകയാണ്. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പെട്ടകം ചുമക്കേണ്ടത് ലേവ്യരാണ്. ചുമക്കുക മാത്രമല്ല, പെട്ടകത്തിന് മുൻപിൽ നിന്ന് ശുശ്രൂഷിപ്പാനും പെട്ടകത്തിന് മുമ്പിൽ നിന്ന് അനുഗ്രഹിപ്പാനും സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ചത് ലേവ്യരെയായിരുന്നു. ഈ പെട്ടകം മുഖാന്തരം ഒരുങ്ങി വരുന്ന ചില വിടുതലുകൾ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യം നാം പഠിക്കുമ്പോൾ അവൻ വഴിയൊരുക്കുന്ന പെട്ടകമാണ്. സ്തോത്രം. കലങ്ങി മറിയുന്ന യോർദാൻ, കൊയ്ത്തുകാലത്ത് കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ. യോർദാനിൽ ഏത് സമയത്തും വെള്ളപ്പൊക്കമാണെന്നാണ് ചിലർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. മഞ്ഞുരുകി വേനൽക്കാലത്ത് വെള്ളപ്പൊക്കമാണ്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ കലങ്ങി മറിഞ്ഞ് അവിടെ വെള്ളപ്പൊക്കമാണ്. ഏതു സമയത്തും കലങ്ങി മറിയുന്ന മരണ യോർദാൻ ദൈവമക്കളുടെ യാത്രയെ തടഞ്ഞുകൊണ്ട് കൊയ്ത്തുകാലത്ത് ഒഴുകിപ്പോകുകയാണ്. ദൈവം യോശുവയോട് അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്: സർവഭൂമിയുടെയും നാഥനായ ദൈവത്തിന്റെ പെട്ടകവും എടുത്തുകൊണ്ട് പുരോഹിതന്മാർ യോർദാനിലേക്ക് കാലുകൾ വയ്ക്കുമ്പോൾ പുരോഹിതന്മാരെ യോർദാൻ ഒഴുക്കിക്കൊണ്ടുപോയെന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോർദാനിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നിട്ട് ഉണങ്ങിയ നിലം കണ്ടിട്ട് അവർ അക്കരെ കടക്കുകയാണ്. പെട്ടകത്തിന്റെ ശക്തി പുരോഹിതന്മാരുടെ പാദങ്ങളിലൂടെ യോർദാനിൽ വ്യാപരിച്ചിട്ട് യോർദാന്റെ വെള്ളം 2ആയി ദൈവം കീറി മുറിക്കുകയാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരുമ്പോൾ വഴിയടഞ്ഞവരായി, വാതിലടഞ്ഞവരായി, മുൻപോട്ട് പോകുവാൻ കഴിയാതെ മരണ യോർദാന്റെ മുമ്പിൽ ഭയപ്പെട്ടിരിക്കുന്ന ജനത്തെ ദൈവം അക്കരെ കടത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് 3:7 എഴുതിയിരിക്കുന്നത് പോലെ അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ആരും അടയ്ക്കാത്ത വഴി യോർദാനിൽ ദൈവം തുറന്നതുപോലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമത്രേ. 2ാമത് ഈ പെട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോട്ടകളെ തകർക്കുന്ന പെട്ടകമാണ്. ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പെട്ടകം പുരോഹിതന്മാർ തോളിൽ ചുമന്നുകൊണ്ട് യെരിഹോ കോട്ടയെ ചുറ്റി നടക്കണം. 7, 6, 13 പ്രാവശ്യം ടോട്ടലി ചുറ്റിക്കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാഹളം നിങ്ങൾ നീട്ടി ഊതണം, നിങ്ങൾ ആർപ്പിടണം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? യെരിഹോ കോട്ട ഇടിഞ്ഞു വീഴുകയാണ്. ചൈനയുടെ വൻമതിൽ പോലെ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ കടന്നു വന്നപ്പോൾ കെട്ടി ഉറപ്പാക്കിയ യെരിഹോ കോട്ട, ആളുകൾ ഇതിന്റെ മുകളിൽ വീട് വെച്ച് താമസിച്ച യെരിഹോ കോട്ട, രാജാവിന്റെ രഥം ഇതിന്റെ മുകളിൽ കൂടെ ഓടുവാൻ തക്കവണ്ണം വീതിയുള്ള യെരിഹോ കോട്ട ആരാധനയുടെ മുമ്പിൽ ഇടിഞ്ഞെങ്കിൽ, പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വാക്കനുസരിച്ചവർക്ക് വേണ്ടി മൗനമായി 6 ദിവസം നടന്ന് 7-ാം ദിവസം ആർപ്പിട്ടവരുടെ മുമ്പിൽ യെരിഹോ കോട്ട ഇടിഞ്ഞു വീണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന കോട്ടകൾ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇരുമ്പോടാമ്പലുകൾ, താമ്ര കതകുകൾ യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു വീണ് തകർന്നു വീണ് പത്രോസിന്റെ മുൻപിൽ 1-ാം വാതിലും 2-ാം വാതിലും പുറമെയുള്ള ഇരുമ്പ് ഗേറ്റും താനെ തുറന്നതുപോലെ ഇന്ന് ചിലത് ഇടിഞ്ഞു വീഴുകയാണ്. എവിടെ? ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ, പെട്ടകത്തിന്റെ മുൻപിൽ. 3ാമത്തെ ചിന്ത, ഇത് ദൂതറിയിക്കുന്ന പെട്ടകമാണ്. മുൻപോട്ട് പോകുവാൻ വഴി അറിയാതെ നിൽക്കുമ്പോൾ പെട്ടകം അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടകം അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. വഴി ഇതിലെയാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്ന് പെട്ടകം അവരെ ഗൈഡ് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൈവാലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ? ഈ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. അടുത്ത ചിന്ത, ന്യായവിധി നടത്തുന്ന പെട്ടകമാണ്. ഊസായെ സംഹരിച്ച് കളഞ്ഞ പെട്ടകം. ദാഗോന്റെ കഴുത്തും ദാഗോന്റെ കൈയുടെ വിരലുകളും കൈപ്പത്തിയും മുറിച്ചു കളഞ്ഞ പെട്ടകമാണിത്. ഫെലിസ്ത്യർക്ക് മൂലക്കുരു പിടിപ്പിച്ച പെട്ടകമാണിത്.
പെട്ടകത്തെ നോക്കുക നിമിത്തം ഫെലിസ്ത്യരെ സംഹരിച്ചു കളഞ്ഞ പെട്ടകമാണിത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പെട്ടകത്തോട് അടുക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തോട് അടുക്കുമ്പോൾ സൂക്ഷിച്ച് ആമേൻ വിശുദ്ധിയോടെ അർഹിക്കുന്ന ബഹുമാനത്തോടെ നാം അടുത്തു വരുന്നില്ലെങ്കിൽ പെട്ടകം സംഹരിക്കും, പെട്ടകം ന്യായം വിധിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ബലത്തിന്റെ പെട്ടകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത വഴിയൊരുക്കുന്ന പെട്ടകം. രണ്ടാമത്തെ പ്രത്യേകത കോട്ടകളെ തകർക്കുന്ന പെട്ടകമാണ്. മൂന്നാമത്തെ പ്രത്യേകത ദൂതറിയിക്കുന്ന പെട്ടകമാണ്. നാലാമത്തെ പ്രത്യേകത ന്യായം വിധിക്കുന്ന പെട്ടകമാണ്. അഞ്ചാമത്തെ ചിന്ത അനുഗ്രഹിക്കുന്ന പെട്ടകമെന്ന് 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-11 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം ദൈവത്തിന്റെ പെട്ടകം ഇരിക്കൊണ്ട് അവനെയും അവന്റെ സകലത്തെയും അവന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുകയാണ്. അവൻ ഓബേദ്ഏദോം പെട്ടകത്തെ മാനിക്കാൻ തുടങ്ങി. അവന്റെ കുഞ്ഞുങ്ങൾ പെട്ടകത്തെ മാനിക്കാൻ തുടങ്ങി. അവൻ പെട്ടകത്തെ ബഹുമാനിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടകം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. ദൈവം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. പെട്ടകം നിമിത്തം ഓബേദ്ഏദോമിനെയും അവനുള്ള സകലത്തെയും 3 മാസം കൊണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം, എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിക്കുമ്പോൾ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. പെട്ടകത്തെ ഓബേദ്ഏദോമിന്റെ കുടുംബം മാനിക്കുക നിമിത്തം ദൈവം അവനെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചെങ്കിൽ അവൻ ദൈവ സാന്നിധ്യത്തിന്, ദൈവ കൃപയ്ക്ക്, ദൈവത്തിന്റെ തേജസ്സിന്, ദൈവ മഹത്വത്തിന് നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം കൊടുത്താൽ നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളെ വിശാലപ്പെടുത്തുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു പെട്ടകമത്രേ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കുറേനക്കാരനായ ശീമോൻ ക്രൂശ് എടുക്കുന്ന നിമിത്തം സ്വർഗത്തിലെ ദൈവം അവനെയും അവന്റെ വീട്ടുകാരെയും അനുഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ പെട്ടകത്തിന് നീ ബഹുമാനം കൊടുത്താട്ടെ, ഈ പെട്ടകത്തെ നീ മാനിച്ചാട്ടെ, ഈ പെട്ടകത്തിന് നീ അർഹിക്കുന്ന മാന്യത കൊടുത്താട്ടെ. ഈ പെട്ടകം നിനക്ക് വഴി തുറക്കും. പെട്ടകം നിന്റെ തടസ്സങ്ങളെ തട്ടിത്തകർക്കും. പെട്ടകം നിന്നോട് ദൂതറിയിക്കും. പെട്ടകം നിന്നെ അനുഗ്രഹിക്കുന്ന പെട്ടകമാണ്. ആമേൻ. അതുകൊണ്ട് ആ പെട്ടകത്തിന് മുമ്പിൽ അല്ല, ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ, ആ ദൈവത്തിന്റെ തേജസ്സിന് മുമ്പിൽ, ദൈവത്തിന്റെ കൃപയ്ക്ക് മുമ്പിൽ ഇന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്വർഗത്തിലെ ദൈവം ഓബേദ്ഏദോമിനെ പെട്ടകം നിമിത്തം അനുഗ്രഹിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. വചനം കേട്ട പ്രിയപ്പെട്ടവരെ എല്ലാവരെയും പെട്ടകം നിമിത്തം ദൈവം അനുഗ്രഹിക്കുന്നതിനായി, സഹായിക്കുന്നതിനായി, ഉയർത്തുന്നതിനായി, മാനിക്കുന്നതിനായി സ്തോത്രം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. അപ്പനവരെ മാനിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പോൾസ് മിനിസ്ട്രി എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കേണ്ടതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മറന്നു പോകാതെ ചെയ്താട്ടെ. ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും നിങ്ങൾ മറന്നു പോകരുത്. കമൻറ്റ് ആമേൻ ചെയ്താട്ടെ. മാത്രമല്ല ആമേൻ, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ദയവായിട്ട് വിളിച്ചാട്ടെ. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Amen. God bless you.